കുറച്ച് നാളുകൾക്ക് മുമ്പ് അർജുൻ എന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ദൃശ്യമാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും അറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അവന്റെ ചില ഏതാനും സുഹൃത്തുക്കളും ചേർന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ക്ലാസിന്റെ സമയത്ത് സ്കൂൾ സമയത്ത് മെസ്സേജ് നോക്കി എന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവന്റെ ക്ലാസ് ടീച്ചറും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും പ്രധാനാധ്യാപികയെല്ലാം താക്കീത് നൽകുകയും അതുപോലെ തന്നെ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ സൈബർ സെൽ നിന്നെ 1 മാസത്തേക്ക് ജയിലിൽ അടയ്ക്കും, ഇതിന്റെ ശിക്ഷ എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയാമല്ലോ എന്ന് പറയുകയും ചെയ്തു ഉള്ളൂ. പക്ഷെ നമ്മൾ അത് ഭീഷണിയാണോ അല്ലേ ഇതൊന്നും നമുക്കറിയില്ല. വെറും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വെറും 14 വയസ്സുള്ള ഒരു കുട്ടിയോട് നമ്മൾ കുറച്ചുകൂടെ മര്യാദയുടെ ഭാഷയിൽ ഭീഷണിപ്പെടുത്താത്ത രീതിയിൽ പറയണം. കാരണം അവർ കുഞ്ഞുങ്ങളാണ്, അവർക്ക് അറിയില്ല. ഭീഷണി എന്ന് പറയുന്നത് വളരെ കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതിന്റെ പേടിയിൽ അവർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മുമ്പ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, കുട്ടികൾ അല്ലെങ്കിൽ പരീക്ഷ മാർക്ക് കുറഞ്ഞാലോ എന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് അവര് നാട് വിട്ടുപോയി, അതല്ലെന്നുണ്ടെങ്കിൽ അവര് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, ആത്മഹത്യ ചെയ്തു. ഇത്തരം ന്യൂസുകളെല്ലാം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പാരന്റ്സിനോട് പറയാനുള്ളത്, അതല്ലെങ്കിൽ എനിക്ക് ടീച്ചേഴ്സിനോടും അതുപോലെ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളോടും പറയാനുള്ളത്, ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. 2025 ജാനുവരി, ഫെബ്രുവരി, മാർച്ചിന്റെ അവസാനം വരെ 1786 കുട്ടികളാണ് മരിച്ചതായിട്ട് നമ്മുടെ പോലീസിന്റെ കണക്കിലുള്ളത്. അറിയാത്തത് ധാരാളം ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ പോലീസിന്റെ കണക്ക് പ്രകാരമുള്ളതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ അത്രയും ആളുകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആ ആത്മഹത്യ പട്ടികയിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കും. ഈ 3 മാസത്തിനിടെ 1786 ആളുകൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഖ്യ തന്നെ. കേരളത്തിലെ ജനസംഖ്യയെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ ജാഗ്രതയോടെ അതിന് കാണേണ്ടിയിരിക്കുന്നു. കാരണം ആത്മഹത്യാ പ്രവണത, ഡിപ്രഷൻ, അതുപോലെ തന്നെ ബൈപോളാർ ഡിസീസ്, അതുപോലെ തന്നെ മൂഡ് ചേഞ്ച്, ഇതെല്ലാം സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇപ്പോൾ വളരെയധികം മാനസിക സമ്മർദ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കുട്ടി കൂട്ടുകാരനോടോ അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത അയൽവാസിയോടോ വീട്ടിലുള്ള രക്ഷിതാക്കളോടോ ബന്ധുക്കളോടോ സ്കൂളിലെ ആരോഗ്യരോടോ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ ആളുകളോട് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ വളരെയധികം നമ്മൾ അലർട്ട് ആവേണ്ടിയിരിക്കും. കാരണം അവർക്ക് ആത്മഹത്യാ പ്രവണത, മൂഡ് ചേഞ്ച്, ഡിപ്രഷൻ, ഇത്തരത്തിലുള്ള ഒരു മാനസിക സംഘർഷത്തിലൂടെയാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമേ ഈ പ്രശ്നം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, കുട്ടിക്കാലത്ത് ആദ്യമേ തന്നെ ഈ പ്രശ്നം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും. വലുതാവും തോറും അതിന്റെ പ്രശ്നങ്ങൾ, അവനുണ്ടാവുന്ന മാനസികമായിട്ട് അവന്റെ ചുറ്റുപാട് കൊടുക്കുന്ന പ്രശ്നങ്ങളിലൂടെ ആ മാനസിക പ്രശ്നങ്ങളും വളരാൻ സാധ്യത ഉണ്ട്. കേരളത്തിൽ ഇപ്പോൾ ആത്മഹത്യാ പ്രവണത വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്, വലിയ ആളുകൾക്കിടയിലും ചെറിയ കുട്ടികൾക്കിടയിലും.